പേഴ്സ് എടുത്തു, ലിസ്റ്റ് എടുത്തു, 2 കവറും എടുത്തു. അപ്പോൾ ക്രിസ്മസിന് ഒരുപാട് കുക്കിംഗ് ഉണ്ട്. സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ആംബുലൻസ് പോകുന്നുണ്ട് കേട്ടോ. ഇപ്പതേ 2 ഇവിടുന്ന് അങ്ങോട്ട് പോയി, 1 ഇങ്ങോട്ട് പോയി. ഇത് എന്തോ എവിടെയോ ഭയങ്കരമായിട്ട് എന്തോ പോലെ ആക്സിഡന്റോ കാര്യങ്ങളോ എന്തോ നടന്നിട്ടുണ്ടോന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര ട്രാഫിക്കും ഉണ്ട് റോഡിൽ മുഴുവനും. എനിക്ക് തോന്നി ഇവിടെ എല്ലാം കണ്ടോ ബ്ലോക്കായി കേൾക്കുന്നുണ്ടോ വണ്ടി കംപ്ലീറ്റ്. പിന്നെ ഈ ടൈമും നല്ല ബ്ലോക്കുള്ള ഒരു ടൈമാണ്. പക്ഷെ ഇത്ര ആംബുലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കേൾക്കുന്നതേ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ 3 ഭയങ്കര ഇതായിരുന്നു. അല്ല, പോലീസുകാരും ഉണ്ടായിരുന്നു കൂടെ. അത് കാരണം കൊണ്ട് എന്തെങ്കിലും വല്ല സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കേസായിരിക്കും. നല്ല തിരക്കുണ്ട്. ഇതെടുക്കാം അല്ലേ? ഒരു 10 എണ്ണം എടുക്കാം. 10 ഫിഷായിട്ട് എടുക്കാം. കരിമീൻ എടുക്കാം. ഹലോ ഹലോ അപ്പോൾ നമ്മളുടെ ഫിഷിന്റെ സെക്ഷൻ കഴിഞ്ഞു. ഇതൊന്ന് തുറന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒരു 2 എണ്ണം വെച്ചെടുക്കാം അല്ലേ? മട്ടൺ ലിവറായിട്ട് എടുക്കണോ നമുക്ക്? ലിവർ വേണ്ട, ഇതും കൂടി വേണമെന്നാണോ നീ പറഞ്ഞത്? അതും കൂടി എടുത്തേക്കാം. അപ്പൊ 4 ഇതാവുമല്ലോ, 4 ഫ്ലേവർ. റെഡ് ചിക്കൻ സ്കിൻലെസ് കറിക്കട്ട്. ചിക്കൻ വാങ്ങിച്ചിട്ട് വരുന്ന വാവച്ച എല്ലായില്ലേ?
this white or the red one? ഇവിടെ എഴുതിയിട്ടുണ്ടാവും വൈറ്റാ വൈറ്റ്. White. ആ This is so soft. It's too soft. അതെങ്ങനെയുണ്ട്? നല്ലത് നോക്കിയെടുക്കാം. Yeah, this is fine. ഇതൊന്നും നോക്കിയേ, this is very very soft. ഇതാണോ ഓറഞ്ച് നമ്മളെപ്പോഴും ഇതാ എടുക്കാറ്. മാൻഡറിൻ ആണ്. ആ മാൻ നല്ല സ്മോൾ നോ, ചെറുതാ. 2 pineapples. ഒരെണ്ണം നമുക്ക് സാലഡിനും, ഒരെണ്ണം സാലഡിനും, ഒരെണ്ണം നമ്മുടെ സ്ക്യൂവേഴ്സ് ഉണ്ടാക്കാം. കുറച്ചും കൂടി എളുപ്പമുണ്ട്. പച്ചമുളകും വേണം. പച്ചമുളക് ഇവിടെ ഉണ്ടോ? പച്ചമുളക് എടുത്തായിരുന്നു ഞാൻ അവിടെ നിന്ന്. There's lettuce, curly green lettuce, romaine, iceberg, and Chinese cabbage. നമ്മൾ ഐസ്ബർഗ് അല്ലേ എടുക്കാൻ? ഐസ്ബർഗ്. ഐസ്ബർഗ് ലെറ്റസ് അവിടെ അവിടെ. ആ ഓക്കെ. സ്ട്രോബെറിയും വേണം, ബ്ലൂബെറിയും വേണം. സ്ട്രോബെറി എത്ര പാക്കറ്റ് വേണം കുഞ്ഞെ? 2 പാക്കറ്റ് മതി. 2 പാക്കറ്റ് വേണോ? വേണമെങ്കിൽ മതി. ചുമ്മാ ഫ്രിഡ്ജിലിരുന്നാലേ കേടായിപ്പോ. ചീസ് കേക്കിന്റെ മുകളിൽ ആഡ് ചെയ്യാനല്ലേ? ആ സ്ട്രോബെറി ആൻഡ് ബ്ലൂബെറി. ഇത് നല്ല വലിയ ബ്ലൂബെറിയാ. ആ സാധാരണ കുഞ്ഞു കുഞ്ഞു ബ്ലൂബെറിയാ കിട്ടാറ്. ഇത് നല്ല വലിയ, അത്യാവശ്യം വലിയ ബ്ലൂബെറി. ഓ സോ നൈസ്. നല്ല കറൻസ് ഉണ്ട്. കറൻസ് റെഡ് കറൻസ്, റെഡും ഉണ്ട്, യെല്ലോയും ഉണ്ട്. ഇത് കണ്ടോ, റെഡും ഉണ്ട്, വൈറ്റും ഉണ്ട്. വൈറ്റ് കറൻസ്. ഇവിടെ പാഷൻ ഫ്രൂട്ട്, persimmon and plums and grapes. That is Logan fruit. മാങ്ങയുടെ സീസൺ ആകുന്നതേ ഉള്ളൂ. വാങ്ങിയില്ല അല്ലേ? ചീസ് ക്യൂബ് അല്ലേ? സെറ്റ കാണാനില്ല. ഇല്ലേ കിൻഡർ ജോയ് ഉണ്ട് ഇവിടെ. അമ്മ അറിയാണ്ട് ഞങ്ങളത് എടുത്തിട്ടുണ്ട്. അമ്മ ഇസ് ഓൺ ദി അതർ സൈഡ്സ്. 2 ചീസ് കേക്ക് ഉണ്ടാക്കണ്ടോണ്ട് വലുത് വാങ്ങും. It's not heavy, bro. It's not heavy? It's heavy. Like that one is heavy. നല്ലൊരു ക്രിസ്മസ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വണ്ടിയിൽ കൊണ്ടുവന്നത് ആരോ ഉരച്ച് വിട്ടിട്ടുണ്ട്. ഞങ്ങൾ ലുലുവിൻ്റെ അവിടെ നിന്ന് എടുത്തതാ. ഇത് കണ്ടോ, ഇതൊരു കൊട്ടി ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഉരച്ചോണ്ടങ്ങ് പോയി. യൂ ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി ലുലുവിൻ്റെ, എനിക്ക് തോന്നുന്നു അങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ള ഭാഗത്ത് അവിടെ കിടക്കുമായിരുന്നു. അപ്പം ഒരു കുട്ടിയായിരുന്നു കാറ് കൊണ്ടുവന്നതാ, ഇങ്ങനെ അങ്ങ് ഉരച്ചു പോയി. എന്നിട്ട് ആ കുട്ടി ആകെ പാനിക്കായിപ്പോയി. സത്യത്തിൽ എന്താണ്, പിന്നെ ആ കുട്ടിക്ക് അങ്ങ് വണ്ടി എടുക്കാൻ പറ്റാണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ എടുക്കാൻ പറഞ്ഞു, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും നോക്കൂ.
കുറച്ചിട്ട് നല്ലൊരു പണി കിട്ടി ക്രിസ്മസ് ആയിട്ട്. അപ്പൊ ഇന്നലെ സാധനങ്ങളെല്ലാം പോയി മേടിച്ചു, എല്ലാം റെഡിയാക്കി. കുറേയൊക്കെ ഇന്നലെ തന്നെ ചെയ്തു കേട്ടോ. സാധനങ്ങൾ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇന്നലെ തന്നെ പരട്ടി കയറ്റി. അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. ഇന്നലെ അതിനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് ഇപ്പോൾ 24-ന് നമുക്ക് മെയിനായിട്ട് വൈകുന്നേരം നോമ്പ് വിടാനായിട്ട് നമ്മൾ അപ്പവും മട്ടൺ സ്റ്റൂ ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പം വട്ടയപ്പം ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. അപ്പം ഞാൻ ആദ്യം കുറച്ച് ഈസ്റ്റ്, ഇത് ചെറിയ ചൂടുവെള്ളമാണ്. ഈസ്റ്റും അതിൻ്റെ അകത്തേക്ക് ഷുഗറും കൂടി ഇട്ടിട്ട് അത് പൊങ്ങാനായിട്ട് വെക്കുക. രണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. വെള്ളമൊന്നും ചെറിയ ചൂടുവെള്ളമായിരിക്കണം കേട്ടോ. ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇതിൻ്റെ ഉള്ളു കാണിച്ചു വെച്ച് ഇത് കണ്ടോ, ഈസ്റ്റ് അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഈസ്റ്റ് അത് പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെക്കാം. ഇത് നന്നായിട്ട് പൊങ്ങട്ടെ. അപ്പോഴത്തേനും നമുക്ക് വട്ടയപ്പത്തിൻ്റെ ഉള്ള അളവിനനുസരിച്ചിട്ടുള്ള ഇതാക്കാം. ഇത് അരിപ്പൊടിയാണ്. ഇപ്പം എനിക്ക് വീട്ടിൽ നിന്ന് അമ്മ വറുത്ത് ഇത് പൊടിച്ചെല്ലാം റെഡിയാക്കി കൊടുത്തു വിടുന്നതാണ്. അപ്പം ഞാൻ അത് തന്നെയാണ് ഇത് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിന് ഞാൻ ഈ കപ്പിൻ്റെ അളവിനാണ് എടുക്കുന്നത്. ഒരു 10 കപ്പ് ആദ്യം എടുക്കാം. 2 നമ്മളിപ്പോൾ ആ കപ്പിൻ്റെ അളവിന് ഒരു 10 കപ്പ് ഈ വലിയ പാത്രത്തിലേക്ക് നമ്മൾ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കൊരു 2-3 സ്പൂൺ എടുത്തിട്ട് നമുക്ക് കപ്പി കാച്ചാം. കപ്പി കാച്ചുക എന്നുള്ളത് നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. 2-3 സ്പൂൺ എടുത്താൽ മതി. അതിൽ നിന്ന് തന്നെ എടുത്താൽ മതി കേട്ടോ. ചെറിയ അടുപ്പിൽ വെച്ചിട്ട് ഇത് കട്ട കുത്താണ്ട് കാച്ചണേ. അപ്പം നമുക്കിത് ഓൾറെഡി ഇതെൻ്റെ ചൂടുവെള്ളമാണ്, ചെറിയ ചൂടുവെള്ളമാണ്. ഇത് തീ കത്തിക്കുക. എന്നിട്ട് ഇത് ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് കുറുക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ കപ്പി കാച്ചൽ. അതാവട്ടെ. കൈവിടാണ്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അടി കരിഞ്ഞു പോവും. അപ്പം ഇത് കൈവിടാണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടൊന്ന് ആറിയിട്ട് വേണം, ചെറിയ ചൂടോട് കൂടി വേണം ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാനായിട്ട്. നമ്മളെ ഇതേ കപ്പിയെല്ലാം കുറുകി കാണിച്ചടാ, ഞാൻ അവളെ ഏൽപ്പിച്ചത്. കപ്പിയെല്ലാം ദേ കുറുകി നല്ല ഇതായിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് ആറാൻ വെക്കാം. ഇതൊന്ന് തണുക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അതൊന്ന് ചെറിയ ചൂട് മതി. അപ്പോഴത്തേനും നമുക്ക് മട്ടൺ വേവിക്കാനായിട്ട് വെക്കാം, സ്റ്റൂവിനുള്ളത്. അപ്പം ഇതൊരു 2 കിലോയാണ് മട്ടൺ വരുന്നത്. 2 കിലോ മട്ടൺ. അതിലോട്ട് നമ്മൾ കുറച്ച് സവോളയും കറിവേപ്പിലയും ബാക്കിയുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്ത് വറുത്ത് ചേർക്കാനുള്ളതാട്ടോ. കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനം കൂടി ചേർത്ത് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി തിരുമ്പിയിട്ട്, മഞ്ഞൾ വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, ചെറിയൊരു കളറിന് വ്യത്യാസം വരും. അപ്പം മഞ്ഞളും കൂടി ഇട്ടിട്ട് നമുക്കിത് കുക്കറിൻ്റെ അകത്ത് അടച്ച് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. കിച്ചൺ ഫുള്ള് സാധനങ്ങളായിട്ട് ഭയങ്കര വേള. കാരണം തലേ ദിവസത്തേക്കുള്ള ഐറ്റംസുകൾ കംപ്ലീറ്റ് നമ്മൾ തന്നെയാണ് കൂടുതലും ഉണ്ടാക്കുന്നത് ഇവിടെ. അപ്പം അത് കാരണം ഫുൾ പാക്ഡ് ആണ് കിച്ചൺ. അപ്പോൾ മട്ടൺ നമ്മളൊരു സൈഡിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതവിടെ പയ്യെ ഇരുന്ന് വേകട്ടെ.
അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ, അപ്പത്തിന് വേണ്ട സാധനങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ഈസ്റ്റ് പൊക്കാനായിട്ട് വെച്ചിരുന്നത് കണ്ടോ, അത് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഈ പൊടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ള് നമ്മൾ ഈ പൊടിയിലേക്ക് ഇട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും തേങ്ങ അരച്ചും ചേർക്കാം. ഇങ്ങനെയാണോ എല്ലാവരും ചെയ്യുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. എത്ര എളുപ്പത്തിന് ചെയ്തെടുക്കാവോ അതുപോലെയാണ് ആ റെസിപ്പിയാണ് എൻ്റെ കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ അരച്ച് ചേർക്കാം, പിന്നെ പഞ്ചസാര ഇടാം, ഉപ്പും ഇടാം. ഞാനിതിപ്പോൾ അളന്നെടുത്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഒരു 3 കപ്പ്. ഈ ഒരു കപ്പിന് തേങ്ങ എടുത്ത് ഞാൻ ഇതിനകത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു അടിക്കുന്നത്. തേങ്ങ പാല് ഒഴിക്കുന്ന ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ അതെടുത്ത് പാല് പിഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇനി അതല്ല, തേങ്ങ അങ്ങനെ തന്നെ അരച്ച് ചേർക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. തേങ്ങ ഞാൻ അരച്ച് ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഒരു 6 കപ്പ് തേങ്ങ അരച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിവിടെ കപ്പി കാച്ചി വെച്ചിരുന്ന സാധനം, അതും നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ അകത്തോട്ടത് ചെറിയൊരു ചൂടുണ്ട്, നമ്മളതും ചേർക്കുകയാണ്. നല്ലതുപോലെ ഇളക്കണം കേട്ടോ, കട്ട കെട്ടാതെ നല്ലപോലെ ഇളക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കാര്യങ്ങളും കൂടി ചേർക്കാം. ബാക്കി നമുക്കിപ്പം ഈ തേങ്ങ അരച്ച് ചേർത്തേക്കുന്ന കാരണം കൊണ്ട് ബാക്കിയുള്ളത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പാകത്തിന്, കോരി വീഴ്ത്താൻ പറ്റുന്ന പാകത്തിന് ആക്കിയെടുക്കാം കേട്ടോ. നമ്മളുടെ ഈ 1/3 കപ്പിന് ഒരു 5 കപ്പാണ് ഞാൻ ഷുഗർ ചേർത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 2 സ്പൂൺ, ഒരു 1.5-2 സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് പാകത്തിന് വെള്ളമൊക്കെ ഉണ്ടോ എന്നുള്ളതെല്ലാം നോക്കി നമുക്ക് ഇത് മിക്സ് ചെയ്ത് പൊങ്ങാനായിട്ട് വെക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് ചെറിയ ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഈസ്റ്റും കൂടി ഇട്ടിരിക്കുന്ന കാരണം കൊണ്ട് പെട്ടെന്ന് നമുക്ക് പൊന്തിക്കിട്ടും. ഞാനൊരു കാര്യം ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനായിട്ട് വിട്ടിട്ടുണ്ട്. ഏലക്ക പൊടിച്ച് ചേർക്കണേ. ഒരു 5-6 ഏലക്ക പൊടിച്ച് ചേർക്കുക. നമ്മൾ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ കലക്കി വെച്ചു. ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ്. ഇങ്ങനെ ഒഴുകി വീഴണം. അപ്പം ഇനി ഇത് ഒരു ഈസ്റ്റ് നമ്മൾ ചേർത്തിട്ട് ചെറിയ ചൂടുവെള്ളം ചേർത്താണ് കുഴച്ച് വെച്ചിരിക്കുന്നത്. അപ്പം അത് കാരണം കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേനും അത്യാവശ്യം നല്ലതുപോലെ പൊങ്ങി വരാൻ തുടങ്ങും. പൊങ്ങി വന്നു കഴിയുമ്പം മോളിൽ നിന്ന് ഉള്ളത് നമ്മൾ കോരി അപ്പത്തിന് ഒഴിച്ച് അപ്പം വേവിച്ചെടുക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇതിപ്പോൾ ഫുള്ളുണ്ട്. ഇതിൽ നിന്ന് ഞാനൊരു പകുതി എടുത്ത് ഇതുപോലത്തെ തന്നെ വേറെ ഒരു പാത്രത്തിലും കൂടി മാറ്റി വയ്ക്കും. അല്ലെങ്കിൽ നമുക്ക് ഇത് പൊങ്ങി പുറത്തു പോകും. അപ്പം അതിൽ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി പിന്നെ ഈ ടൈമിൽ നമ്മളൊന്ന് പഞ്ചസാര ഒന്ന് നോക്കുക, ഉപ്പിൻ്റെ ഇതൊന്ന് നോക്കുക. പഞ്ചസാര കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ വട്ടയപ്പത്തിന് വേണ്ടി. അപ്പോൾ നമ്മുടെ സ്റ്റൂവിനുള്ളതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് നെയ്ക്കകത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇതുപോലെ ഉള്ളിയെല്ലാം വറുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇതിൻ്റെ അകത്ത് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, ഇത്രയും സാധനങ്ങളാണ്. ഇത് ഈ ബാക്കിയുള്ള ഇത് വറുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നെയ്ക്കകത്തോട്ട് അതിട്ടു. മൂത്ത് വന്നു കഴിയുമ്പം നമുക്ക് ഈ വേവിച്ച് വെച്ചേക്കുന്ന ഇത് കണ്ടോ, മട്ടൺ ഞാൻ ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ
ഇതും റെഡിയായി. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ തന്നെ ഞാൻ കുറച്ച് കിഴങ്ങും ക്യാരറ്റും കൂടി വേവിച്ച് വെച്ചിട്ടുണ്ട്. മട്ടൻ്റെ അകത്ത് സവോളയും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം ഇതും ചേർത്ത് പിന്നെ നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഇതങ്ങ് കാച്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൂ റെഡിയാവും കേട്ടോ. ഇതാ ഇതിപ്പം നല്ല പോലെ നമ്മൾ ഇതിൻ്റെ അകത്ത് മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ മഞ്ഞൾപ്പൊടി ഇട്ടതാണ്, നന്നായിട്ട് വെന്തിട്ടുണ്ട് മട്ടൻ. ഇനി ഇതിനകത്തോട്ട് ഈ കിഴങ്ങും ക്യാരറ്റും കൂടി വേവിച്ചതും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന വെള്ളം, ഇപ്പം മട്ടൻ ഒഴിച്ചപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നല്ലോ, അത് വെന്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നത്, അത് വേണമെങ്കിൽ അതിൽ നിന്ന് കോരി എടുത്തിട്ട് വേണമെങ്കിൽ ഇടാം. പക്ഷെ ഞാൻ ആ ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അത് മൊത്തത്തിലാണ് ഇട്ടത്. നമുക്ക് വേണമെങ്കിൽ ആ വെള്ളം ഒന്ന് വറ്റി പകുതി ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലും നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അതിപ്പോ നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് ഇതാ നോക്കി എപ്പോൾ ഒരുവിധം വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാൻ തീ ഓഫ് ചെയ്തിട്ടാട്ടോ അത് ചേർക്കുന്നത്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ എന്താണ് സ്റ്റൂ മട്ടൺ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന വട്ടയപ്പത്തിനൊപ്പം അതെ. അപ്പോൾ നമ്മളുടെ ഈ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും പിന്നെ എന്താണ് പറയുക ഉള്ളിയെല്ലാം നമ്മൾ സ്റ്റൂവിലിട്ടു. അതെ, സ്റ്റൂ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നോക്കി ഉണ്ടോ, അടിപൊളി മട്ടൺ സ്റ്റൂ റെഡിയാണ്. ഇനി അപ്പത്തിൻ്റെ മാവൊക്കെ പൊങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. ദേ സ്റ്റൂ എല്ലാം റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഒരു ഭാഗത്ത് ഫ്രൈ ആകുന്നുണ്ട്. എന്തോ മസിൽ പിടിച്ചങ്ങടെ ഇളക്കി കാണട്ടെ ഇങ്ങട്. അപ്പം നമ്മൾ നോമ്പ് വിടുമ്പോ മാക്സിമം ഇവിടെ തന്നെയാട്ടോ ഒരുവിധം സാധനങ്ങളെല്ലാം ഉണ്ടാക്കുക. പക്ഷെ നാളത്തെ ഫുഡ് പുറത്തുനിന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഫ്രീ ആയിട്ടിരിക്കണം. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും റെഡി ആക്കട്ടെ. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസും നിങ്ങൾക്ക് അടിപൊളിയാകട്ടെ. നല്ലൊരു ന്യൂ ഇയറും ആശംസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ചിയേഴ്സ് ടു ഓൾ. ഹാപ്പി ന്യൂ ഇയർ.